പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരള നിയമസഭയിലേക്ക് നിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് 2026 ഏപ്രിൽ മാസത്തിലാണ്. എന്നാൽ ആ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് ഏതാണ്ട് 1.5 മാസം എന്ന് വേണേൽ പറയാം. ഇപ്പോൾ ഏതാണ്ട് ഫെബ്രുവരി തീരാൻ പോവുകയാണല്ലോ. ആ 1.5 മാസത്തിന് മുമ്പ് തന്നെ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ LDF തീരുമെന്നും ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ LDFിൻ്റെ ശവദാഹം ഇതിനകം തന്നെ നടന്നു കഴിഞ്ഞിരിക്കുന്നുവെന്നും കാര്യകാരണ സഹിതം എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. സുഹൃത്ത്, നമുക്കറിയാം കേരളത്തിൽ രണ്ടായിട്ട് കേരളത്തെ തിരിക്കാൻ പറ്റും, മലബാറെന്നും തിരുവിതാംകൂറെന്നും. മലബാറിലാണ് താരതമ്യേന CPMൻ്റെ ശക്തി കേന്ദ്രങ്ങളുള്ളത് എന്ന് നമുക്കറിയാം. പ്രത്യേകിച്ച് കണ്ണൂർ, പിന്നെ വലിയൊരളവ് വരെ കാസർഗോഡ്, പിന്നെ ചെറിയൊരളവ് വരെ കോഴിക്കോട് ഒക്കെ അടങ്ങുന്ന CPMൻ്റെ തിരുവിതാംകൂറിനെ അപേക്ഷിച്ച് ശക്തി കേന്ദ്രം മലബാറാണ് എന്ന് നമുക്കറിയാമല്ലോ. ഇടത് ജയിച്ചാലും വലത് ജയിച്ചാലും വലത് ജയിച്ചാലും ഇടത് ജയിച്ചാലും ഒക്കെ തന്നെ കണ്ണൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPMൻ്റെ ഒരു ശക്തി കേന്ദ്രമാണ്. കാസർഗോഡും ഇങ്ങനെ ചില മണ്ഡലങ്ങളുണ്ട്, കോഴിക്കോട് മണ്ഡലങ്ങളുണ്ട്. അപ്പം അതുപോലെ എല്ലാ കാലവും CPMൻ്റെ കൂടെ മാത്രം നിൽക്കുന്ന അങ്ങനത്തെ ഉറച്ച മണ്ഡലങ്ങൾ അങ്ങനെ തിരുവിതാംകൂറിൽ നമുക്ക് കാണാൻ കഴിയില്ല. വേണം 1-2 ഒക്കെ ചിലപ്പോൾ കാണാൻ കഴിയുമായിരിക്കും, പക്ഷെ അങ്ങനെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ എന്തായാലും CPMൻ്റെ ഒരു ശക്തി കേന്ദ്രം മലബാറാണ്. CPM എന്ന് പറഞ്ഞാൽ പാർട്ടിയെ ഭരിക്കുന്നത് മലബാറിലെ കണ്ണൂർ ജില്ലയാണ്. 40 വർഷക്കാലമായി CPMൻ്റെ നേതൃത്വം കണ്ണൂരിൽ നിന്നാണ്, ഇപ്പോഴും കണ്ണൂരിൽ നിന്നാണ്. പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ, മുഖ്യമന്ത്രിമാർ, പാർട്ടി സെക്രട്ടറിമാരെല്ലാം കണ്ണൂരിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ആ മലബാറിൽ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ CPMന് വലിയ തിരിച്ചടിയാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതിന് ഇപ്പം നമ്മൾ വലിയ ചർച്ചയൊന്നും നടത്തണം എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം മലബാർ പ്രദേശത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മതവിഭാഗം എന്ന് പറയുന്നത് മുസ്ലിം ജനസാമാന്യം. മലപ്പുറം എന്ന് പറഞ്ഞ വലിയൊരു ജില്ലയുണ്ട്, കോഴിക്കോട് മുസ്ലിങ്ങളുടെ സ്വാധീനമുണ്ട്, കണ്ണൂരും കാസർഗോഡും ഒക്കെ ഏറെയും കുറഞ്ഞുമൊക്കെ മുസ്ലിങ്ങളുടെ സ്വാധീനമുണ്ട്. ആ മുസ്ലിങ്ങളിൽ വലിയൊരു പങ്ക് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, വലിയൊരു പങ്കെന്നല്ല, താരതമ്യേന ഒരു ചെറുതല്ലാത്തൊരു ശതമാനം മുസ്ലിങ്ങൾ 2021 LDFിൻ്റെ കൂടെ നിന്നു എന്നുള്ളതും ഒരു വസ്തുതയാണ്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ പോകുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്: മുസ്ലിം ജനസാമാന്യം 100% LDFിനെതിരും UDFിന് അനുകൂലമായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും നമുക്ക് ഉണ്ടാവേണ്ടതില്ല. ഒരു സംശയവും ഉണ്ടാവേണ്ടതില്ല. അതിന് പല കാരണങ്ങളുണ്ട്. ഞാൻ ആ കാരണങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. മലബാറിൽ വലിയ മുൻതൂക്കം UDFിനുണ്ടാവാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ കാരണം എന്ന് പറയുന്നത് മുസ്ലിം ജനസാമാന്യം അടിയുറച്ച് UDFിൻ്റെ കൂടെ നിന്നു എന്നുള്ളതാണ്. എന്നാൽ അതിൽ ഉപരിയായി മലബാറിൽ CPMന് ഉണ്ടാകാൻ പോകുന്ന മറ്റൊരു തിരിച്ചടി എന്ന് പറയുന്നത് മലബാറിൽ CPM എന്ന് പറഞ്ഞ പാർട്ടിയിൽ ഉണ്ടായിരിക്കുന്ന വിള്ളലുകളാണ്. ആ വിള്ളൽ ശരിക്കും യഥാർത്ഥത്തിൽ പാർട്ടിയുടെ ഉറച്ച ശക്തി കേന്ദ്രമായിട്ടുള്ള കണ്ണൂരിലാണ് ആ വിള്ളൽ ഉണ്ടായിട്ടുള്ളത്. പയ്യന്നൂരിൽ V കുഞ്ഞികൃഷ്ണൻ എന്ന് പറഞ്ഞ പാർട്ടിയുടെ പഴയ ജില്ലാ കമ്മിറ്റി മെമ്പർ ഉയർത്തിയിട്ടുള്ള ആ വെല്ലുവിളി കണ്ണൂർ ജില്ലയിൽ തന്നെ CPMന് വലിയ തിരിച്ചടിയാവാനുള്ള സാധ്യതയിലേക്കാണ് വരുന്നത്. അപ്പം മലബാറിൽ മുസ്ലിങ്ങളുടെ CPMനെതിരായിട്ടുള്ള ഏകീകരണവും CPMനകത്ത് ഉണ്ടായിട്ടുള്ള വിള്ളലുകളും ഒക്കെ കൂടെ ചേർത്ത് നോക്കുമ്പോൾ CPMന് വലിയ തിരിച്ചടി മലബാറിൽ ഉണ്ടാകാൻ പോകുകയാണ്. 60 സീറ്റുകളുള്ളതിൽ കഴിഞ്ഞ തവണ മുസ്ലിം ലീഗിന് കിട്ടിയ ഒരു 10-15 സീറ്റും പിന്നെ 1-2 സീറ്റുകളും കൂടെ ചേർന്നിട്ട് ബാക്കിയുള്ള സീറ്റുകൾ, പിന്നെ 60 സീറ്റുകൾ ബഹുഭൂരിപക്ഷം CPMന് തന്നെയായിരുന്നു. അതിലൊന്നും CPMന് ഇത്തവണ പച്ച തൊടാൻ പറ്റില്ല എന്നുള്ള കാര്യത്തിൽ ആരും തർക്കവുമില്ല. എന്നാൽ അങ്ങനെ പച്ച തൊടാതിരിക്കുമ്പോഴും തെക്കൻ കേരളത്തിൽ അത് മേക്കപ്പ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ടാണ് CPM ഇതുവരെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഭൂരിപക്ഷ വോട്ട് ഉറപ്പിക്കാൻ വേണ്ടി, കാരണം ന്യൂനപക്ഷ വോട്ട് കിട്ടില്ല എന്നുള്ള ഉറപ്പായി, ഭൂരിപക്ഷ വോട്ട് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് വലിയ ശ്രമങ്ങൾ അവർ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് നടന്നുണ്ട്. BJPയെ പോലും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ, ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ ഈഴവരെയും പിന്നെ നായന്മാരെയും അടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ, പിന്നോക്ക വിഭാഗങ്ങളെ അടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ, മധ്യ തിരുവിതാംകൂറിൽ ക്രിസ്ത്യാനികളെയൊക്കെ അടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ, ഇങ്ങനെയുള്ള ചില ശ്രമങ്ങളൊക്കെ അവരിങ്ങനെ ഇത്തരത്തിലെ ചില സോഷ്യൽ എഞ്ചിനീയറിംഗ് ഒക്കെ നടത്തി ഭാഗികമായി അതിനകത്ത് ഈ ആഗോള അയ്യപ്പ സംഗമം വരെയൊക്കെ എത്തിയപ്പോൾ NSSനെ ഉൾപ്പെടെ തങ്ങൾക്ക് അനുകൂലമായി കൊണ്ടുവന്നതിൻ്റെ ഒരു ചാരിതാർത്ഥ്യത്തിൽ നിൽക്കുമ്പോഴാണ് ഇടുത്തി പോലെ CPMൻ്റെ തലയിലേക്ക്
പിന്നെ ശബരിമല കൊള്ള വന്നത് വീണു. അപ്പോൾ CPM പ്രതീക്ഷിച്ചിരുന്നത് ഈ തിരുവിതാംകൂറിലുള്ള 80 സീറ്റുകൾ, ആ 80 സീറ്റുകളിൽ ഏതാണ്ട് ഒരു 90% 2021 CPM തന്നെയാണ് ജയിച്ചത്. ആ 80 സീറ്റുകൾ അവിടെ അതിൽ കേന്ദ്രീകരിക്കുക, അതിൽ ഭൂരിപക്ഷം സീറ്റുകൾ പിടിക്കുക, മലപ്പുറത്ത് നിന്ന് കിട്ടുന്ന ബാക്കി സീറ്റുകൾ കൂടെ ചേർത്ത് കഷ്ടിച്ചൊരു ഭൂരിപക്ഷമെങ്കിലും ഉണ്ടാക്കുക എന്നുള്ളൊരു ഇക്വേഷൻ, ഒരു സമവാക്യമായിരുന്നു ഇവർ മനസ്സിൽ കണ്ടിരുന്നത്. എന്നാൽ ശബരിമല കൊള്ള വന്നപ്പോൾ തന്നെ അത് വിഷയമായി. അത് പിന്നെ ശബരിമല കൊള്ള വന്നു, അവരുടെ നേതാക്കന്മാർ ജയിലിലായി. അതുപോലെ തന്നെ പിന്നെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുണ്ടായി. അപ്പോൾ വലിയ തോതിലുള്ള അങ്കലാപ്പ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് ശേഷം ശബരിമല പെരുങ്കൊള്ളയുമായി അവർ നേരിട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഇടുത്തി പോലെ ഇപ്പം തന്ത്രിയെ അനാവശ്യമായി ജയിലിലിട്ടു എന്നുള്ള വാദഗതി അവർ നേരിടേണ്ടി വരുന്നത്. ഒരു വശത്ത് CPMൻ്റെ നേതാക്കന്മാരെല്ലാം പ്രത്യേക അന്വേഷണ സംഘം രക്ഷിക്കുന്നു എന്നുള്ള ആരോപണം അവർ നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. N. വാസു, A. പത്മകുമാർ പോലുള്ള CPM നേതാക്കന്മാർ പിന്നെ ജയിലിൽ കിടക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം അവർ നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. 2-2.5 മാസമായി ജയിലിൽ A. പത്മകുമാർ കിടക്കുമ്പോൾ പോലും പത്മകുമാറിനെതിരെ നടപടിയെടുക്കാൻ പറ്റാത്തതിൻ്റെ ബുദ്ധിമുട്ട് അവർ നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു വശത്ത് CPM നേതാക്കന്മാരെല്ലാം രക്ഷപ്പെടുമ്പോൾ മറുവശത്ത് തന്ത്രി ഒരു കാരണവുമില്ലാതെ, ഒരു തെളിവിൻ്റെ കണിക പോലുമില്ലാതെ, നോട്ട് ഈവൻ ആൻ അയോട്ട ഓഫ് എവിഡൻസ് ആണ് തന്ത്രിയെ ജയിലിലിട്ടത് എന്നുള്ള വാദഗതി ഇപ്പോൾ പുറത്തു വരുന്നത്. ഫെബ്രുവരി 18 കൊല്ലം വിജിലൻസ് കോടതിയിലെ ജഡ്ജ് ഡോക്ടർ CS മോഹിതിൻ്റെ ജഡ്ജ്മെൻറ്റ് പുറത്തേക്ക് വന്നതോടുകൂടി കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹിന്ദു ജനവിഭാഗത്തിന് 28-30% വരുന്ന ഹിന്ദു ജനവിഭാഗത്തിന് 7 വരുന്ന നായന്മാർ ഉൾപ്പെടുന്ന അവരുടെ മഹാക്ഷേത്രമായിട്ടുള്ള ശബരിമലയിലെ മുഖ്യ പുരോഹിതനായിട്ടുള്ള അവിടുത്തെ വിഗ്രഹത്തിൻ്റെ പിതാവ്, ഫാദർ ഓഫ് ദ ഡയറ്റി, ധർമ്മശാസ്താവിൻ്റെ പിതാവ് എന്ന് പോലും അറിയപ്പെടുന്ന തന്ത്രിയെ 41 ദിവസം ഒരു കാരണവുമില്ലാതെ ജയിലിലിട്ടു എന്നുള്ള വാദഗതി ഇപ്പം ഉയർന്നു വരുന്നു. അപ്പോൾ തന്ത്രിയുമായി ബന്ധപ്പെട്ട വിധി പുറത്തു വന്നതിനെ തുടർന്ന് മുൻ പ്രതിപക്ഷ നേതാവും ഇപ്പം ഈ പിന്നെ പ്രചരണ സമിതിയുടെ അധ്യക്ഷനുമായിട്ടുള്ള രമേശ് ചെന്നിത്തലയൊക്കെ അതിശക്തമായിട്ടുള്ള പിന്നെ വിമർശനവുമായി രംഗത്ത് വന്നു. കടകംപള്ളി സുരേന്ദ്രനെയും വാസവനെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ തന്ത്രിയെ ജയിലിലിട്ട് പീഡിപ്പിച്ചതെന്നുള്ള ചോദ്യവുമായിട്ട് അദ്ദേഹം രംഗത്ത് വന്നിരിക്കുന്നു. ഹിന്ദു ജനവിഭാഗങ്ങളുടെ ഇടയിൽ വലിയ തോതിലുള്ള അതൃപ്തി ഉയർന്നു വന്നിരിക്കുന്നു. കാരണം പ്രധാനപ്പെട്ട പിന്നെ ഇതിന് പുറകിൽ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞ CPM നേതാക്കന്മാരെല്ലാം പുറത്തു കിടക്കുമ്പോഴാണ് അവരുടെ ഒരു ക്ഷേത്രത്തിൻ്റെ മുഖ്യ തന്ത്രിയെ ഒരു കാരണവുമില്ലാതെ, ഒരു തെളിവുമില്ലാതെ, തെളിവിൻ്റെ ഒരു അയോട്ട പോലുമില്ലാതെ, ഒരു കണിക പോലുമില്ലാതെ ജയിലിലിട്ടു എന്നുള്ളത് വലിയ വിമർശനമായി. അപ്പോൾ CPMനെ പറ്റിയൊരു അപകടം എന്താ? ഹിന്ദു വോട്ടിൽ കേന്ദ്രീകരിച്ച് കുറേ സീറ്റുകൾ പിടിക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. അത് മൊത്തം കയ്യിൽ നിന്ന് പോകുമെന്നുള്ള നിലയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ വന്നിരിക്കുന്നു. രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ കോൺഗ്രസും UDFും ഒക്കെ അതിശക്തമായിട്ടുള്ള ആക്രമണം ഗവൺമെൻറ്റിനെതിരെ നടക്കുമ്പോൾ മറുഭാഗത്ത് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വന്നിട്ട് പെരുങ്കള്ളന്മാരുടെ പട്ടികയിലാണ് തന്ത്രി ഉള്ളത് എന്നുകൂടി പറഞ്ഞതോടുകൂടി ഹിന്ദു ജനവിഭാഗത്തിനിടയിൽ വലിയ തോതിലുള്ള അതൃപ്തി ഉരുണ്ടുകൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്താ സ്ഥിതി? കയ്യിൽ വെക്കാമെന്ന് വിചാരിച്ച ഹിന്ദുക്കളുടെ ഇടയിൽ പോലും വലിയ അതൃപ്തി വളർന്നു വരുന്നു എന്നുള്ള നിലയിലേക്ക് വന്നിരിക്കുന്നു. എന്ന് മാത്രമല്ല, തന്ത്രി തൻ്റെ ജാമ്യാപേക്ഷയിൽ എന്താ പറഞ്ഞേ? അദ്ദേഹം പറഞ്ഞത് സ്ത്രീ പ്രവേശനത്തെ താൻ എതിർത്തത് കൊണ്ട് 365 ദിവസവും ശബരിമല തുറന്നിടണം എന്ന് പറഞ്ഞത് ഭഗവാൻ അയ്യപ്പൻ്റെ നിത്യബ്രഹ്മചാരിത്വം പറഞ്ഞുകൊണ്ട് അത് കഴിയില്ല എന്ന് പറഞ്ഞതൊക്കെ കൊണ്ട് സർക്കാരിന് തന്നോട് പകയുണ്ടായിരുന്നു, അതുകൊണ്ടാണ് തന്നെ കുരുക്കിയത് എന്നുള്ള തന്ത്രിയുടെ ജാമ്യാപേക്ഷയിലെ വിമർശനവും കൂടി വന്നതോടുകൂടി വലിയ തോതിലുള്ള പ്രതിരോധത്തിലായി CPM മാറിയിരിക്കുകയാണ്. അപ്പോൾ മൊത്തത്തിൽ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് എന്താ കാണാൻ കഴിയുന്നത്? മലബാറിൽ നല്ല തന്നെ സീറ്റൊന്നും ഇല്ല. കണ്ണൂർ തന്നെയുള്ള ഉറച്ച സീറ്റുകൾ പോലും നഷ്ടപ്പെടാനുള്ള സാധ്യത. മലബാറിൽ നിന്ന് ഒരു സീറ്റും കിട്ടാൻ വളരെ വിരലിലെണ്ണാവുന്ന സീറ്റുകൾ മാത്രം കിട്ടുമ്പോൾ അത് കോമ്പൻസേറ്റ് ചെയ്യാം തിരുവിതാംകൂറിൽ എന്നാണ് വിചാരിച്ചിരുന്നത്. അവിടെയും വലിയ തിരിച്ചടിയിലേക്ക് CPM പോകുന്നു എന്ന് പറയുമ്പോൾ CPMന് പിന്നെ എവിടെ നിന്നാണ് വോട്ട് കിട്ടാൻ പോകുന്നത്? മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടാൻ പോകുന്നില്ല, ക്രിസ്ത്യാനികളുടെ വോട്ട് കിട്ടില്ല എന്നുള്ളത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ തന്നെ തെളിഞ്ഞ കാര്യമാണ്. അപ്പോൾ പിന്നെ കുറേ ഹിന്ദുക്കളുടെ വോട്ട് കിട്ടുമെന്നായിരുന്നു പ്രതീക്ഷ. ആ ഹിന്ദുക്കളുടെ വോട്ടും ഈ തന്ത്രിയെ ജയിലിലിട്ട് പീഡിപ്പിച്ച ഈ വിഷയത്തിൽ നഷ്ടപ്പെടും എന്ന് വന്നതോടുകൂടി CPMന് പിന്നെ കിട്ടാവുന്ന വോട്ടുകളുടെ എണ്ണം കിട്ടാവുന്ന സീറ്റുകളുടെ എണ്ണം വിരലിലെണ്ണാവുന്നതായി കുറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ കൃത്യമായി നമുക്കിപ്പോൾ തന്നെ പറയാം, തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് ആഴ്ചകൾക്ക് മുമ്പ് തന്നെ നമുക്ക് വളരെ അസന്നിഗ്ധമായി
അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം സംശയലേശമെന്നേ പറയാം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ശവദാഹം തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾക്ക് മുമ്പ് തന്നെ നടന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന്.